ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കും വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. ഇന്നിപ്പോൾ സ്കൂൾ തുറക്കുന്ന ഫസ്റ്റ് ഡേ ആണ്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഇന്നിപ്പോൾ ഇക്ക വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോയിൽ ചോദിക്കാറുണ്ട് ഇക്കാനൊന്ന് കാണിക്കുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇക്കാനെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയൊരു ഭാഗമൊക്കെ ഉള്ളൂ കേട്ടോ. അടുത്ത ദിവസം വീഡിയോയിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഉൾക്കൊള്ളിക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ഫുൾ സന്തോഷം ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇക്ക വരുന്നു പറഞ്ഞാൽ കാരണം അങ്ങനെ ഞാൻ ഇതേ കുറച്ചധികം ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പകുതി ചിക്കൻ നമുക്ക് മസാല പുരട്ടി പൊരിക്കാനും വെക്കാം, പകുതി കറിയും വെക്കാം വെച്ചു കേട്ടോ. അപ്പോൾ ബീഫ് മേടിക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഒക്കെ ബീഫ് ഇപ്പം അങ്ങനെ കഴിക്കാറില്ല. ബീഫ് വേണ്ട, ചിക്കൻ മതി എന്ന് പറഞ്ഞു. അതന്നെ ഇന്ന് പരിപ്പ് കുത്തി കാച്ചി ചിക്കൻ പൊരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ പറഞ്ഞു എന്തായാലും ചിക്കൻ മേടിച്ചില്ല അപ്പോൾ കറി വെച്ചോ, നമുക്ക് പിന്നെ ഒരു ദിവസം നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചിക്കനൊക്കെ ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4-5 പ്രാവശ്യം നല്ലോണം കഴുകിയതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ കാണിച്ചത്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് കഴുകലൊക്കെ കഴിഞ്ഞു, വെള്ളമൊക്കെ നല്ലപോലെ ഊറ്റി കളയുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് ചിക്കൻ അങ്ങോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് മസാലയ്ക്കുള്ളത് അങ്ങോട്ട് മാറ്റാം. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ വിലപ്പെട്ട സമയമൊക്കെ ചിലവഴിച്ച് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതിൽ ഒരുപാട് സന്തോഷം. തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം. അങ്ങനെ ഇതേ മസാല പുരട്ടാനുള്ള ചിക്കൻ അങ്ങോട്ട് മാറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കോൺഫ്ലവർ, പിന്നെ അതിലേക്ക് ഞാൻ എന്താ പറയുക ഇഞ്ചിയും വെളുത്തുള്ളിയും അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് സോസ് സോയാ സോസും പിന്നെ ഒരു തക്കാളി സോസും അതെല്ലാതും ഓരോ ടീസ്പൂൺ ഇതാണ് കേട്ടോ. സോയാ സോസ് കുറച്ച് ഒഴിച്ചു കൊടുത്തുള്ള തക്കാളി സോസ് 1 ടീസ്പൂൺ അങ്ങനെ അതൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കൻ കഴുകി ആ ഒരു വെള്ളം നനവ് ചിക്കൻ്റെ നനവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ തന്നെ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് കറി റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയുടെ വീഡിയോസൊക്കെ ഒത്തിരി പാടി കാണിച്ച കാരണം ഞാനതൊന്നും ഇങ്ങനെ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ നമ്മൾ സബോളയൊക്കെ ഒന്ന് വാട്ടി മസാലപ്പൊടി ഇട്ടു, തക്കാളി ഇട്ട് എല്ലാം ഇട്ടതിന് ശേഷം നമ്മുടെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണേ. ഇനി ചിക്കൻ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് അടച്ച് വെച്ച് അങ്ങോട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ചിക്കൻ ആയ സമയത്ത് വീഡിയോസ് എടുക്കാനായിട്ട് വിട്ടു, വേറെ ഒന്നല്ല. നമുക്ക് സ്കൂളിലേക്ക് ഇന്ന് പ്രവേശനോത്സവമാണല്ലോ. അപ്പോൾ അതിന് പോകാനുള്ള ആ ഒരു തിരക്കിൽ ഞാൻ ആ ഒരു കാര്യം വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ മസാല വരട്ടി ചിക്കനൊക്കെ ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതേ മസാല പരട്ടിയതല്ല കേട്ടോ. മസാല റെഡിയായപ്പോൾ ചിക്കനൊക്കെ ചേർത്തൊന്ന് റെഡിയാക്കി എടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ നമുക്കിത് അങ്ങോട്ട് അടച്ച് വെക്കാം. അപ്പോൾ ആ ഒരു കറി ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ വന്ന ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ ജസ്റ്റ് അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതേ അടച്ച് വെച്ചിട്ട് ഞാനൊന്ന് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഈ ഒരു രീതിയിലായപ്പോഴാണ് പിന്നെ എനിക്ക് വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നത് കേട്ടോ. മറന്നുപോയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇതേ ഇത്ര നല്ല ഗ്രേവിയിലാണ് വെച്ചിട്ടുള്ളത്, അധികം ചാറൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളിതേ നേരെ സ്കൂളിലെത്തി. എന്താ പറയുക ഇക്ക വരുന്നൊരു സന്തോഷത്തിൽ വീഡിയോസ് എടുക്കാനൊന്ന് കുറേ കാര്യങ്ങളൊക്കെ വിട്ടുപോയി കേട്ടോ. കുറേ നാളായില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഞാൻ മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രാർത്ഥന ചെല്ലുന്ന സമയത്താണ് കേട്ടോ എത്തിയത്. സാധാരണ ഞാൻ നേരത്തെ എത്തിയെല്ലാം വീഡിയോസ് എടുക്കാറുണ്ട്, അങ്ങനെ കിട്ടിയില്ല. എന്തായാലും നമ്മൾ പറ്റുന്ന രീതിയിൽ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇതേ അവിടുത്തെ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. എല്ലാവർക്കും പ്രവേശനോത്സവം എന്ന് എഴുതിയ ഓരോ തൊപ്പി, അത് റോസും വൈറ്റും നീലൊക്കെ ആയിട്ടുള്ള ഒരു തൊപ്പിയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബലൂണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞുമക്കൾക്ക് ലഡു വിതരണം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ എല്ലാ വീഡിയോസും അങ്ങോട്ട് എടുത്തില്ല കേട്ടോ. അപ്പോൾ ആ ദിവസം കയ്യിൽ ഇങ്ങനെ നിൽക്കണേ നമുക്ക് വീഡിയോ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. ഇതേ കണ്ടുണ്ടോ? ശബ്ദം ഉറക്ക വേണം വേണ്ടേ? കാക്കയെ കണ്ടുണ്ടോ? കാക്ക എങ്ങനെ കരയുക? അയ്യോ, ആ കാക്കയ്ക്ക് പൂമ്പാറ്റയെ കണ്ടിട്ടുണ്ടല്ലോ, ഉണ്ടോ? ഏതൊക്കെ നിറണ്ട്? വൈറ്റ് ഉണ്ട്. പിന്നെ കുഞ്ഞുമക്കളുടെ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാത്തൂസിൻ്റെ മുഖത്ത് കണ്ട് ഒരു വെള്ള കളറായിട്ട് അത് മാങ്ങ കഴിച്ചിട്ട് അതിൻ്റെ
ചൊനയായിട്ട് പൊള്ളിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ തൊലി പറഞ്ഞു പോയിട്ടുണ്ട് ഉണങ്ങിയതിന് ശേഷം. ഇനിയിപ്പോൾ കളറ് പോകുമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ അത് കളറാകാനും ചാൻസ് ഉണ്ട്, എന്താണെന്നറിയില്ല പഠിച്ചവനെ. ഇതാണ് നമ്മുടെ തുമ്പിക്കുട്ടി കേട്ടോ. അപ്പോൾ പാത്തൂസും തുമ്പി നല്ല കളിയിലായിരുന്നു. ബലൂണൊക്കെ ഇങ്ങനെ എൻ്റെ മുഖത്തൊക്കെ അടിച്ച് കുറേ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വീഡിയോസൊന്നും അധികം എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അവരെ പുറത്ത് നിർത്തി ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. പക്ഷേ സുഡാപ്പി ഫുഡ് കഴിക്കാൻ പോയിട്ട് ഇവർക്ക് സദ്യയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ഒന്നും കഴിക്കാൻ നിന്നില്ല. ഒക്കെ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ പള്ളിയിലേക്കാണ് കേട്ടോ പോകുന്നത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിത് നേരെ കളത്തോട് പള്ളിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് എത്തി. അവിടെ നിന്ന് അതേ ഇക്കയും മക്കളൊക്കെ കൂടിയിട്ട് ഖബറിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവിടെ പോയ സമയത്ത് എന്താ പറയുക, ഖബറൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. മഴയും ഇതൊക്കെ ആയിട്ട് മണ്ണൊക്കെ നല്ല പോലെ താണു പോയിട്ടുണ്ട്. ഖബറിൻ്റെ നമ്മൾ മീസാൻ കല്ല് വെക്കില്ല, അതൊന്നും കാണാനൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുക. എന്തായാലും ഏതൊക്കെയാണ് ആരുടെ ഖബറും പിന്നെ നമ്മൾ അതിന് മീസാൻ കല്ല് വെക്കുക, അതിൽ നമ്മൾ പേരൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും അറിയണില്ല കേട്ടോ. ഒരു അടയാളം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിറച്ചും കാടും പാമ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും നമ്മൾ അങ്ങനെ നോക്കിയില്ല. പിന്നെ അങ്ങനെ വന്ന് നേരെ ഇക്കയും മക്കളൊക്കെ കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ എനിക്ക് ഞാൻ ഇവർ എന്താ പറയുക ഖബറിലേക്ക് പോയപ്പോൾ തന്നെ എൻ്റെ ദുആ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ജസ്റ്റ് ഞാൻ പിന്നെ അവരും കൂടി വന്നപ്പോൾ വെറുതെ ഒന്നും കൂടി കയറി ഒരു യാസീനൊക്കെ ഓതി അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും വീണ്ടും വന്നല്ലേ വെച്ചിട്ട് അങ്ങനെ ഞാൻ ആദ്യം കയറി 2 യാസീനൊക്കെ ഓതി നമ്മുടെ ദുആക്ക് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. പിന്നെ എന്നാലും ഒന്നും കൂടി വന്നത് ഇപ്പോൾ ദുആക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ അതേ അവരവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ വീഡിയോയിൽ ഞാൻ കാണിക്കാമെന്ന് വെച്ചപ്പോൾ പറ്റണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് അധികം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വീഡിയോയിൽ കാണിക്കാതെ ഇരിക്കുകയായിരിക്കും നല്ലതെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ അധികം ഒന്നും ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങളിത് നേരെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. അവിടെ കാളത്തോട് പള്ളിയാണ് കേട്ടോ. പിന്നെ അവിടെ ഉസ്താദന്മാരൊന്നും ഉണ്ടായിരുന്നില്ല, എന്താണെന്നറിയില്ല. എന്നാലും നമ്മളവിടെ പോയി യാസീനൊക്കെ ഓതി ദുആക്കെ ചെയ്ത് അങ്ങനെ പൈസ ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പോകുന്നു കേട്ടോ. പിന്നെ നമ്മൾ കയറി ഇതേ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട് കേട്ടോ. അവിടെ കയറി കുടുക്ക ബിരിയാണി കഴിച്ചു കേട്ടോ. അപ്പോൾ കുടുക്ക ബിരിയാണിയുടെ ഫോട്ടോ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളങ്ങനെ നേരെ അവിടെ നിന്ന് തന്നെ വണ്ടിയിൽ ഇങ്ങനെ തിരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.